Hello friends, welcome to CA Intermediate First Group Accounts Revision Classes. ഇന്ന് നമ്മൾ AS2 Valuation of Inventory എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? ഫസ്റ്റ് വൺ, റോ മെറ്റീരിയൽ, ദെൻ WIP, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോർസ് ആൻഡ് സ്പെയർസ് ആൻഡ് ലൂസ് ടൂൾസ്. ഈ സ്റ്റോർസ് ആൻഡ് സ്പെയർസ് നിങ്ങൾ ശ്രദ്ധിക്കണം, വിച്ച് ആർ നോട്ട് സ്പെസിഫിക് ടു പെർട്ടിക്കുലർ ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റിന് സ്പെസിഫിക്കലി ഉള്ള സ്പെയർസോ അല്ലെങ്കിൽ സ്റ്റോർസോ അല്ലെങ്കിൽ അല്ലാത്തത് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഇൻവെന്ററിയിൽ ഇൻക്ലൂഡഡ് ഉള്ളൂ. ഒരു സ്പെസിഫിക് ഫിക്സഡ് അസറ്റിന് മാത്രം ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ ഒരു അസറ്റിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ആൻഡ് ലൂസ് ടൂൾസ്. നെക്സ്റ്റ് വൺ, ഇൻവെന്ററീസിന്റെ വാല്യുവേഷൻ. ഇൻവെന്ററി എങ്ങനെ വാല്യൂ ചെയ്യും? വാല്യുവേഷൻ നമ്മൾ രണ്ട് രീതിയിലാണ്, രണ്ട് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയലിന്റെ വാല്യൂ എങ്ങനെയാണ്? നമ്മൾ കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുക. എപ്പോഴാണ് കോസ്റ്റിൽ വാല്യൂ ചെയ്യുക? ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആർ സോൾഡ് അറ്റ് ഓർ എബവ് കോസ്റ്റ്. നമ്മൾ ആ റോ മെറ്റീരിയൽ കൊണ്ട് പ്രോസസ് ചെയ്ത് കിട്ടുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സോൾഡ് ചെയ്യുന്നത് കോസ്റ്റിനോ അതല്ലെങ്കിൽ കോസ്റ്റിനേക്കാൾ എബവ് കോസ്റ്റിനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് അറ്റ് കോസ്റ്റ് ആണ്, അതർവൈസ് അറ്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഫിനിഷ്ഡ് ഗുഡ്സ് സെൽ ചെയ്യുന്നത് ലെസ് ദാൻ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് റീപ്ലേസ്മെന്റ് കോസ്റ്റിലാണ്. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യുവേഷൻ, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് WIP വാല്യൂ ചെയ്യേണ്ടത് ലോവർ ഓഫ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. ലോവർ ഓഫ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. ആൻഡ് വാട്ട് ഈസ് കോസ്റ്റ്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് ഓഫ് പർച്ചേസ്, then cost of conversion and other cost. And what is cost of purchase? Cost of purchase includes purchase price. ആ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ലിലുള്ള പർച്ചേസ് പ്രൈസ്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, പെയ്ഡ് ചെയ്യുന്ന ഡ്യൂട്ടീസും ടാക്സസും. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് റീഫണ്ട്സ് എന്താണ്? എക്സ്ക്ലൂഡഡ് ആണ്. ടാക്സ് റീഫണ്ട്സ് എക്സ്ക്ലൂഡഡ് ആണ്. എന്ന് പറഞ്ഞാൽ റീഫണ്ട് കിട്ടുന്ന ടാക്സസ് എന്ന് പറഞ്ഞാൽ ITC കിട്ടുന്ന ടാക്സസ് ഉണ്ടാവും. ആ ITC കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റിനോട് കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ദെൻ ഫ്രൈറ്റ് ഇൻവേർഡ്, നമുക്ക് നമ്മുടെ പ്രസന്റ് ലൊക്കേഷൻ വരെ എത്തുന്ന ഫ്രൈറ്റ് ഇൻവേർഡ്സ്. ദെൻ അതർ ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ എക്സ്ക്ലൂഡ്സ് സം കോസ്റ്റ് ആർ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ്. എന്താണ്? ഡ്യൂട്ടി ഡ്രോബാക്സ്. നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡ്യൂട്ടി ഡ്രോബാക്ക്, അതുപോലെ തന്നെ റിബേറ്റ്സ്, ട്രേഡ് ഡിസ്കൗണ്ട്സ് ഒക്കെ എന്താണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യിക്കണം. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? കോസ്റ്റ് ഓഫ് കൺവേർഷൻ. കോസ്റ്റ് ഓഫ് കൺവേർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് ഓഫ് കൺവേർഷൻ രണ്ടെണ്ണം ഉണ്ട്. എന്താണ്? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ദെൻ ഡയറക്റ്റിൽ നമുക്ക് അറിയാവുന്നതാണ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ എന്തൊക്കെ വരുന്നത്? വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ്. നമ്മൾ ഓവർ ഹെഡ്സ് ഒക്കെ പറയില്ലേ, അതാണ് ഇൻഡയറക്റ്റ് കൺവേർഷൻ കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യണത്. അത് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ പ്രൊഡക്ഷന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ചെയ്യേണ്ടത്. ഇനി ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോർമൽ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മളൊരു മന്ത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു നോർമൽ പ്രൊഡക്ഷൻ നമ്മൾ ഒരു 50,000 ആണ്, നമ്മൾ 50,000 യൂണിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഇയറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫിക്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? അതിനേക്കാൾ കുറച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? പ്രൊഡ്യൂസ് ചെയ്യുക. ലെസ് ദാൻ നോർമൽ പ്രൊഡക്ഷൻ ആണ് നമ്മൾ ആക്ച്വൽ പ്രൊഡക്ഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസ്ഡ് ഓൺ നോർമൽ പ്രൊഡക്ഷൻ ആണ് നമ്മൾ വാല്യുവേഷൻ വരുന്നത്. അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ നോർമൽ പ്രൊഡക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ്ഡ് ഓൺ ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ് വാല്യുവേഷൻ വരേണ്ടത്. ദെൻ അടുത്തത്, കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സം എക്സ്ക്ലൂഷൻസ് ഉണ്ട്. എന്താണ്? അബ്നോർമൽ വേസ്റ്റേജ്. ദെൻ storage cost, administration expenses, selling and distribution expenses and interest and other borrowing cost. എന്ത് ചെയ്തു? ഇത്തരം സംഗതികൾ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. ദെൻ വാട്ട് ഈസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? ഇതോടുകൂടി എല്ലാം ആയില്ല നമുക്ക്. ലോവർ ഓഫ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. കോസ്റ്റിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? ദെൻ നെറ്റ് റിയലൈസബിൾ വാല്യൂ നമുക്ക് എങ്ങനെ അസർട്ടൈൻ ചെയ്യാൻ പറ്റും? ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ ശ്രദ്ധിക്കുക. ഫിക്സഡ് കോസ്റ്റിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ട് 10 യൂണിറ്റ് ഓഫ് ഫിക്സഡ് ഗുഡ്സ് ഉണ്ട്. ആ ഫിക്സഡ് ഗുഡ്സിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 ആണ്.
100 into 10 നമുക്ക് എന്ത് കിട്ടി? 1000 കിട്ടി. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ഗൂഡ്സ് എനിക്ക് സെല്ല് ചെയ്യാൻ എടുക്കുന്ന എക്സ്പെൻസസ് ഉണ്ടാവും. അതെനിക്ക് എന്ത് ചെയ്യും? 100 യൂണിറ്റിന് എന്ത് ചെയ്തു? ഒരു 1 rupees വെച്ചിട്ട് എന്തുണ്ട് എനിക്ക് എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 100 rupees ഞാൻ മൈനസ് ചെയ്യണം. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 900 ആയിരിക്കും. ഓക്കെ, ഒന്ന് സെല്ലിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, എങ്കിലേ നമുക്ക് എന്തിട്ടുള്ളൂ? റീപ്ലേസ്മെന്റ് കോസ്റ്റിലേക്ക് നമുക്ക് റീപ്ലേസ്മെന്റ് കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെല്ലിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യണം. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ WIPയുടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എങ്ങനെ നമ്മൾ അസർട്ടൈൻ ചെയ്യും? ദെൻ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രോസസ്ഡ് ഗുഡ്സ് ലെസ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ സെല്ലിംഗ് പ്രൈസ്, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ കംപ്ലീഷൻ കോസ്റ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഞാൻ എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെടുത്തൊരു പ്രൊഡക്റ്റ് എ ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് എ ആണ് സെല്ല് ചെയ്യുന്നത്. അതിന്റെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് എത്രയാണ്? 100 rupees ആണ്. എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 10 rupees ആണ്. ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി 10 rupees എന്ത് ചെയ്യുന്നുണ്ട്? പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെൻസ് വരുന്നുണ്ട്. ഞാൻ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി റോ മെറ്റീരിയൽ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ റോ മെറ്റീരിയൽ എക്സിന്റെ പർച്ചേസ് പ്രൈസ് ആണ് എന്ത്? പർച്ചേസ് പ്രൈസ് എത്രയാണ്? 40 rupees ആണ്. ദെൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് പ്രോസസ് ചെയ്തു. പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലേബറും ഓവർ ഹെഡ്സും കൂടി 20 rupees ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ ഇൻകർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന WIP കോസ്റ്റ് എത്രയാണ്? 60 ആണ്. പക്ഷെ എന്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ കംപ്ലീഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഫർദർ പ്രോസസിങ് കോസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? 20 rupees എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പ്രോഡക്റ്റ് നിൽക്കുന്നത്. ഇതിന്റെ വാല്യൂ എങ്ങനെ, ഇതിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എങ്ങനെ അസർട്ടൈൻ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞത്? എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രോസസ്ഡ് ഗുഡ്സ് എത്രയാണ്? 100 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 100. ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ലെസ് ചെയ്യണം? എന്തൊക്കെ ആഡ് ചെയ്തിട്ടാണ് ലെസ് ചെയ്യണം? ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഫർദർ പ്രോസസിങ് കോസ്റ്റ് എത്രയാണ്? 20 പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ് 10 എത്ര ഉണ്ടാവും? 30 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ത് കിട്ടും? റീപ്ലേസ്മെന്റ് കോസ്റ്റ് അല്ല, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ത് കിട്ടും? NRV നെറ്റ് റിയലൈസബിൾ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ റോ മെറ്റീരിയലിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്താണ്? റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ്. എപ്പോഴാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്? നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്താണ്? നെറ്റ് റിയലൈസബിൾ വാല്യൂ ശ്രദ്ധിക്കുക. നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്. കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിനേക്കാൾ താഴെയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? റീപ്ലേസ്മെന്റ് കോസ്റ്റിലാണ് നമ്മൾ റോ മെറ്റീരിയൽ. ഇതെന്തിനാണ്? ഇത് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യമായിട്ടാണ് പറയണത്. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ കോസ്റ്റിനേക്കാൾ ലെസ് ആണെന്നുണ്ടെങ്കിൽ, ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽ വാല്യൂ ഉണ്ട് റീപ്ലേസ്മെന്റ് കോസ്റ്റിന്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റില് വാല്യൂ ചെയ്യണം. ദെൻ കോസ്റ്റിന്റെ ഫോർമുല പറയുന്നത്, കോസ്റ്റ് ഫോർമുല ഉദ്ദേശിച്ചത് നമ്മൾ എന്താണ്? ഡിഫറെന്റ് സ്ലോട്ടുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അസറ്റ്സ് പർച്ചേസ് ചെയ്യുക. അസറ്റ്സ് അല്ല, റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഏത് സ്ലോട്ടിലും ആ ഓരോ സ്ലോട്ടിലും വാല്യൂ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഏത് വാല്യൂ എടുക്കണം? നമുക്ക് എന്ത് ചെയ്യാം? FIFO മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നോൺ അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെന്ററി ആയിട്ട് കൺസിഡർ ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ്? സെക്യൂരിറ്റീസ്, WIP ഓഫ് സർവീസ് പ്രൊവൈഡർ ആൻഡ് WIP ഓഫ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് സ്റ്റോക്സ്, അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ മിനറൽ ഓയിൽസ് ആൻഡ് ഗ്യാസസ്, ഓയിൽസ് ആൻഡ് സംതിങ്, അതുപോലത്തെ ഐറ്റംസ്. ഓക്കെ, ദെൻ ഡിസ്ക്ലോഷേഴ്സ്, നമ്മൾ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം? അക്കൗണ്ടിങ് പോളിസീസ് റിലേറ്റഡ് ടു വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. ദെൻ അതുപോലെ തന്നെ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻവെന്ററി, ഇൻവെന്ററിയുടെ ക്യാരിയിങ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ RTPയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലേറ്റസ്റ്റ് RTPയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓപ്പണിംഗ് ഇൻവെന്ററി, ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയുണ്ട്? തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. പർച്ചേസ്, ലേബർ, ദെൻ ഓവർഹെഡ്, ഫിക്സ്ഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട്. സെയിൽസ്, ക്ലോസിംഗ് ഇൻവെന്ററി. ക്ലോസിംഗ് ഇൻവെന്ററി എന്തൊക്കെയുണ്ട്? റോ മെറ്റീരിയൽ ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. ഇനി എന്താ പറയണത്? ദ എക്സ്പെക്ടഡ് പ്രൊഡക്ഷൻ ഫോർ ദ ഇയർ വാസ് 15,000 kilogram ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഡ്യൂ ടു ദ fall in market demand, the sales price of finished goods was 20 per kilogram and the replacement cost of raw material was 9.5 per kilogram.
യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ക്ലോസിംഗ് ഇൻവെന്ററി ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. എങ്ങനെ നമ്മൾ കാണാം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് എന്തൊക്കെ വേണം? എന്തിൻ്റെയൊക്കെ കോസ്റ്റ്? നമ്മൾ ഒന്ന് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ, ദെൻ റോ മെറ്റീരിയലിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടെത്തണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ കാണാം? ആദ്യം എത്ര യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കാണണം. എങ്ങനെ നമ്മൾ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ കാണാം? റോ മെറ്റീരിയൽ എങ്ങനെ കാണാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? 1100 അല്ലേ? പർച്ചേസ് എത്രയാണ്? 10,000. ദെൻ ക്ലോസിംഗ് എത്രയാണുള്ളത്? 900. ഇതെന്ത് ചെയ്യണം? ലെസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1200 എന്നുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1200. എത്രയാണ് പർച്ചേസ് ചെയ്യപ്പെടുന്ന പ്രൈസ്? എത്രയാണ്? 10 എങ്ങനെ കിട്ടിയത്? 1 lakh ഡിവൈഡഡ് ബൈ 10,000. നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? 1,02,000. ദെൻ ഡയറക്റ്റ് ലേബർ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത്? ഡയറക്റ്റ് ലേബർ എങ്ങനെയാണ് വാല്യൂ? ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലേ? ഡയറക്റ്റ് ലേബർ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത്? ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബേഴ്സ്. നമ്മൾ എന്താണ് ആ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഡയറക്റ്റ് നമുക്ക് ആക്ച്വൽ ആയിട്ട് എത്രയാണ് ഇൻകർ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഡയറക്റ്റ് ലേബർ എത്രയാണ്? 76,500 കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഫിക്സഡ് ഓവർ ഹെഡ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഈ ഫിക്സഡ് ഓവർ ഹെഡ്സ് നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ളത് ഈ 17,000 ഇൻകർ ചെയ്തിട്ടുള്ള എത്ര കിലോഗ്രാമിന്റെ മുകളിലാണ്? 15,000 കിലോഗ്രാമിന്റെ മുകളിലാണ്. പക്ഷെ നമ്മൾ എത്രയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാണ് വരുന്നത്? 10,200 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ പ്രൊപ്പോർഷനേറ്റ് നമ്മൾ കൊടുത്തു 15,000 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 2,29,500 കിട്ടി. ഇനി നമ്മൾ എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്? 10,002. അപ്പോൾ പെർ യൂണിറ്റ് എന്ത് വന്നു? കോസ്റ്റ് എത്ര വന്നു? 22.5 വന്നു. ദെൻ നെറ്റ് റിയലൈസബിൾ വാല്യൂ എത്രയാണ്? കോസ്റ്റിൽ എത്ര കൊടുത്തിട്ടുള്ളത്? നെറ്റ് റിയലൈസബിൾ വാല്യൂ എത്രയാണ്? 20 ആണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മള് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ കോസ്റ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ അതിന്റെ വാല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. നെറ്റ് റിയലൈസബിൾ വാല്യൂ net realizable value is less than cost. Closing inventory is valued at 20. Lower of cost or net realizable value. Lower എത്രയാണ്? 20 ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽ കൂടെ ഇവിടെ എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമല്ലല്ലോ, റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയൽ കൂടെ നമ്മൾ വാല്യൂ ചെയ്യണ്ടേ? എങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യും? ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസ് NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇസ് ലെസ് ദാൻ ദ കോസ്റ്റ്. നമ്മൾ ഇവിടെ കൊടുത്തില്ലേ? എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ NRV ലെസ് ദാൻ കോസ്റ്റിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ്മെന്റ് കോസ്റ്റിലാണ് എന്ത് ചെയ്യേണ്ടത്? റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ്മെന്റ് കോസ്റ്റ് നമ്മൾ വാല്യൂ ചെയ്യും. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എത്രയാണ്? ദ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ വാസ് 9.50. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 9.50 നമ്മൾ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? 32,550 എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണം? AS2 ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു AS-ഉമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ദിവസം കാണാം. നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോസിനെ നിങ്ങൾ എത്തിക്കുക. താങ്ക് യു.